ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ചിക്കനും മീനൊക്കെ ഇന്ന് കിട്ടിയായിരുന്നു. അപ്പോൾ ചിക്കൻ നാരങ്ങയും ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി, നാരങ്ങ ഉപ്പിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നന്നായിട്ട് അതിൻ്റെ ആ ഉളുമ്പ് മണമൊക്കെ അങ്ങ് മാറിക്കിട്ടും. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം, ഉപ്പും നാരങ്ങയും കൂടിയിട്ട്. അപ്പം ഇതുപോലെ എന്നാൽ മീനും ഇതുപോലെ തന്നെ അതിൻ്റെ സ്മെല്ലൊക്കെ മാറാൻ വേണ്ടിയിട്ട് നാരങ്ങ നീരും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വയ്ക്കുക. ഈ മീൻ നാളെ എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ചിക്കൻ മൊത്തത്തിലെടുത്തിട്ട് ഇങ്ങനെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടൊന്ന് പുരട്ടി വെച്ചു. അപ്പോൾ കുറച്ച് വയ്ക്കാനും കുറച്ച് വറക്കാനായിട്ട് മൊത്തത്തിലങ്ങ് പുരട്ടി വെച്ചു. പിന്നെ വറക്കണതിന് നമുക്ക് വേറെ ചിലത് ചേർക്കാനുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്നും കൂടെ ഞെരടി എല്ലാം ഇതാക്കി വെച്ചു. അപ്പോൾ വയ്ക്കാനുള്ളത് ഞാനങ്ങ് ഒരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചു. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വറക്കാനായിട്ട് ഇതുപോലെ തന്നെ ഈ വെളുത്തുള്ളി ഞാനിതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ടത്, പിന്നെ കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇച്ചിരി നാരങ്ങ നീരും കൂടി അങ്ങ് ഞെരടി നന്നായിട്ട് കുഴച്ച് അങ്ങ് വെച്ച് വറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വറക്കാനുള്ളത് പിന്നീടാവാം, കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വറക്കാനുള്ളത് എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കുന്ന വിധം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വറക്കാനുള്ളതൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നാളത്തേക്കായില്ല. മീനും ഇതുപോലെ തന്നെ ഒരു പാത്രത്തിലാക്കി എടുത്തു വെച്ചു. നാളെ ആണെങ്കിലും എടുക്കാമല്ലോ. കിട്ടിയപ്പോൾ അങ്ങ് വാങ്ങിച്ചു എന്നേ ഉള്ളൂ. അതൊന്നും പുരട്ടിയിട്ടൊന്നുമില്ല. അതങ്ങ് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം എടുത്താൽ മതിയല്ലോ. അപ്പോൾ ചിക്കൻ കറിക്ക് വേണ്ട സാധനങ്ങളൊക്കെയാണ്: സവാളയുണ്ട്, തക്കാളിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, പച്ചമുളകുണ്ട്, കറിവേപ്പില, മല്ലിയില. ഇതൊക്കെയാണ് ചിക്കൻ കറിക്ക് വേണ്ടത്. അപ്പോൾ ഒരു പാനടപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് സവാളയിട്ട് നന്നായിട്ടങ്ങ് വഴക്കിയെടുക്കണം. വെളിച്ചെണ്ണ കേട്ടോ ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. ഓയിൽ ഒഴിച്ചാലും കുഴപ്പമില്ല, ഞാൻ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. ലേശം ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്നങ്ങ് വാടി വരും. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇടാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് വഴന്നതിന് ശേഷം ഈ തക്കാളിയും കൂടി ഇട്ട് നന്നായി വഴറ്റുക. അപ്പോൾ ഇതിനും കുറച്ച് മുളക് പൊടിയൊക്കെ ചേർക്കണം കേട്ടോ. മറ്റേത് ലേശം ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതിന് മസാലപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വറക്കാനായിട്ട് മസാലപ്പൊടി ചേർക്കാറില്ല. അപ്പോൾ വയ്ക്കുന്നതിന് മസാലപ്പൊടി വേണമല്ലോ. അപ്പോൾ ഒന്നും കൂടി ഓരോ ടീസ്പൂൺ വീതം ഇതുപോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി എല്ലാം കൂടി ഇട്ട് ഒന്നും കൂടി നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ഈ ചിക്കൻ അങ്ങ് ഇട്ടു. ഈ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങ് ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി തയ്യാറാക്കിയെടുത്തു. എന്നിട്ട് ഇതിനകത്തേക്ക് ചൂടുവെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 1.5 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടങ്ങ് വേവിച്ചെടുക്കുക. ഇതിനകത്ത് തന്നെ അങ്ങ് വേവിച്ചെടുക്കാം, പെട്ടെന്ന് വെന്തോളൂ. അപ്പോൾ നന്നായിട്ട് ഇളക്കി ഉപ്പ് പരങ്കി ഇട്ടിട്ട് അപ്പോൾ നോക്കിയപ്പോൾ അതാ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇച്ചിരി വെള്ളം കൂടി ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ ശരിയാവും. ഇപ്പോൾ കണ്ടോ നോക്കുമ്പോൾ ശരിയായിട്ടുണ്ട്, ഉപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ ബ്രെഡിനും ചപ്പാത്തിക്കൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് ഇത്തിരി ചാറായിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ, കമൻറ്റ് ചെയ്യണം, ഇഷ്ടമായെങ്കിൽ മാത്രം. ഓക്കെ. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഉണ്ട്, ഉപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും ഇച്ചിരി കരിവേപ്പിലയും കൂടി ഇട്ടപ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റ് വരും. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ചപ്പാത്തിക്കും ചോറിനൊക്കെ കൂട്ടാട്ടോ. ഇത്തിരി ചാറോടുകൂടി ആയതുകൊണ്ട് ചപ്പാത്തിക്കും പൊറോട്ട, ബ്രെഡ് ഇതിനൊക്കെ കൂട്ടി കഴിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ പറയണം, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.